Hi everyone, Tech Exam YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്മെറ്റിക് കം ഡ്രോയിങ് എന്ന തസ്തികയെ പറ്റിയാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 6/2022 ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം. ഈ തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്മെറ്റിക് കം ഡ്രോയിങ് എന്നാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 എണ്ണമാണ്. എന്നാൽ എക്സാം നടന്ന് ലിസ്റ്റ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 100ഓളം വേക്കൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/3/2022 ആണ്. ഈ ഒരു തസ്തികയുടെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഡയറക്റ്റ് ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 19 മുതൽ 44 വയസ്സ് വരെയാണ്. ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ SSLC നിർബന്ധമാണ്. അതുകൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 1 year എക്സ്പീരിയൻസ്, അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് കോളേജ്. ഈ പറഞ്ഞതിൽ SSLC കൂടാതെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം. ബിടെക് അല്ലെങ്കിൽ എംടെക് ബിടെക് അല്ലെങ്കിൽ എംടെക് ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഈ തസ്തികയുടെ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കാറ്റഗറി നമ്പർ 528/2012 ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നത് 15/11/2012 എക്സാം കണ്ടക്ട് ചെയ്തത് 28/3/2014 ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് 67.33 ആയിരുന്നു. മാക്സിമം മാർക്ക് അറ്റൈൻ ചെയ്തത് 88 ആണ്. ലിസ്റ്റ് നിലവിൽ വന്നത് 17/7/2017 ഈ ലിസ്റ്റിൽ നിന്ന് നിലവിൽ 163 അഡ്വൈസ് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ തസ്തികയുടെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഫണ്ടമെൻറ്റൽസ് ആണ്. ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിനുള്ളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ്സ്, യൂണിറ്റ് കൺവേർഷൻസ്, ഫ്രാക്ഷൻസ്, ആവറേജ്, സ്ക്വയർ റൂട്ട്, ആപ്ലിക്കേഷൻ ഓഫ് പൈതഗോറസ് തിയറം, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഓൾജിബ്ര, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, തിയറി ഓഫ് ഇൻഡീസസ്, ഓൾജിബ്രായിക് ഫോർമുലാസ്. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻറ്റൽസിനുള്ളിൽ വരുന്നത്. ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് പവർ ട്രാൻസ്മിഷൻ. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. അതായത് സിമ്പിൾ ബെൽറ്റ് ഡ്രൈവ്, മൾട്ടിപ്പിൾ ബെൽറ്റ് ഡ്രൈവ്, സിമ്പിൾ ഗിയർ ഡ്രൈവ്, ഗിയർ ട്രെയിൻസ്, എല്ലാത്തിനെയും പറ്റി. ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നത് മെറ്റീരിയൽ സയൻസ് ആണ്. അതിനുള്ളിൽ വരുന്നത് ടൈപ്സ് ഓഫ് മെറ്റൽ, ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്, കാസ്റ്റ് അയൺ, സ്റ്റീൽ, alloy steel and carbon steel, different heat treatment processes, hardening, tempering, annealing, normalizing and case hardening. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസ്, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, വർക്ക്, പവർ, ഹോഴ്സ് പവർ, ദെൻ എഫിഷ്യൻസി ഓഫ് മെഷീൻ, റിലേഷൻ ബിറ്റ്വീൻ ദ എഫിഷ്യൻസി, വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ലീനിയർ മോഷൻ, റോട്ടറി മോഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് and disadvantages of friction നോക്കണം. coefficient of friction, angle of friction, angle of repose, center of gravity of geometrical figures, then mass, density, weight and specific gravity. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നത് മെൻസുറേഷനാണ്. മെൻസുറേഷനിൽ മെയിൻലി നമ്മൾ ഏരിയ ആൻഡ് വോളിയം ഓഫ് ഡിഫറെൻറ്റ് ഫിഗേഴ്സ് പറ്റി അറിഞ്ഞിരിക്കണം. അതായത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ഏരിയ ഓഫ് സർക്കിൾസ്, വേരിയസ് ജോമെട്രിക്കൽ സെക്ഷൻസിൻ്റെ ഏരിയാസ് അറിയണം, റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ് ആൻഡ് ഡയമീറ്റേഴ്സ്, ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടീസ്, പെരിമീറ്റർ കാൽക്കുലേഷൻ, സർഫസ് ഏരിയ ഓഫ് റിജിഡ് ബോഡീസ്, വോളിയം ഓഫ് റിജിഡ് ബോഡീസ്, സെഗ്മെൻറ്റിൻ്റെ ഏരിയാസ്, സർക്കിളിൻ്റെ സെക്ടർ, ദെൻ ഇറഗുലർ ഫിഗേഴ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അതൊക്കെയാണ് ഈ മെൻസുറേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് ട്രിഗണോമെട്രി എന്ന ടോപ്പിക്കാണ്. ട്രിഗണോമെട്രിയിൽ മെയിൻലി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ, ട്രിഗണോമെട്രിക് റേഷ്യോസ്, ട്രിഗണോമെട്രിക് ടേബിൾ, ട്രിഗണോമെട്രിക് ആപ്ലിക്കേഷൻ ഇൻ കാൽക്കുലേറ്റിംഗ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെയാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയാണ്. ബേസിക് ഇലക്ട്രിസിറ്റിയിൽ മെയിനായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റി, മോളിക്യൂള്, ആറ്റംസ്, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുന്നത്, AC, DC, അതിൻ്റെ കമ്പാരിസൺ, ദെൻ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ആഫ്റ്റർ ദാറ്റ് ഓംസ് ലോ, ഇലക്ട്രിക്കൽ പവർ എനർജി, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് EMF ജനറേഷൻ. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ടോപ്പിക്കിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്കിനുള്ളിൽ വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇഫക്ട്സ് ഓഫ് ഹീറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ, Celsius, Fahrenheit, Kelvin, and conversion between the scales of temperature. Then different types of thermometer, pyrometer, heat transfer modes നെ പറ്റി കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഹീറ്റ് ലോസ് ആൻഡ് ഹീറ്റ് ഗെയിൻ, thermal conductivity and insulator, boiling point and melting point of different metals and non-metals. After that, concept of pressure and its different unit. ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് ഇലാസ്റ്റിസിറ്റി. അതിനുള്ളിൽ വരുന്ന ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് ഇലാസ്റ്റിക്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, സ്ട്രെസ് സ്ട്രെയിൻ ആൻഡ് ഡിഫറെൻറ്റ് മോഡിലെ, പോയ്സൺസ് റേഷ്യോ, ഹൂക്സ് ലോ, അൾട്ടിമേറ്റ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ്, ഫാക്ടേഴ്സ് ഓഫ് സേഫ്റ്റി, റിലേഷൻ ബിറ്റ്വീൻ 3 മോഡിലെയാണ്. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ഡ്രോയിങ്ങിൽ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൽ. ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്, കോണിക് സെക്ഷൻ, മിസ്ലേനിയസ് കർവ്സ്, സൈക്ലോയിഡ്, ഹെലിക്സ്, സ്പൈറൽ, തിയറി ഓഫ് പ്രൊജക്ഷൻസ്, പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്, ലൈൻസ്, പ്ലെയിൻസ് ആൻഡ് സോളിഡ്സ്. ദെൻ സെക്ഷൻ, അതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്, oblique projection, isometric projection, perspective projection, then AutoCAD കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്ങിനുള്ളിൽ. അപ്പം എന്താണ്, ഇതോടെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ് സിലബസിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. താങ്ക് യു.